നമസ്കാരം. ബലിയർപ്പിക്കുമ്പോൾ എങ്ങോട്ട് തിരിയണം എന്നതിൻ്റെ പേരിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൾത്താര അഭിമുഖ സിനഡ് പക്ഷവും ജനാഭിമുഖ സിൻഡിക്കേറ്റ് പക്ഷവും ചേർന്ന് കുറേ നാളുകളായി വിശ്വാസികളെ ചുടുചോറ് വാരിക്കുകയാണ്. ഇരുപക്ഷത്തും ഗോഗ്വ വിളിച്ചു നിൽക്കുന്ന അച്ഛന്മാരെ, നിങ്ങളെ അല്ലേ യേശുക്രിസ്തു വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് വിളിച്ചത്? സിനഡായാലും സിൻഡിക്കേറ്റ് ആയാലും ഇവിടെ എന്ത് സംഭവിക്കാനാണ്? ആകെ നഷ്ടപ്പെടുന്നത് സമൂഹത്തിൽ നിങ്ങൾക്കുള്ള വിലയും നിലയും അന്തസ്സും ആഭിജാത്യവും മാത്രമാണ്. സത്യത്തിൽ പോലീസ് ലോഹ വലിച്ചു കീറുന്നതിന് എത്രയോ കാലം മുമ്പേ നിങ്ങൾ നാട്ടുകാരുടെ മുൻപിൽ വിവസ്ത്രരാണ്. ജനാഭിമുഖ സിൻഡിക്കേറ്റുകാരുടെ പുതിയ തെറ്റിദ്ധാരണകൾ കേട്ടുവോ? ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പവറുണ്ട്, വിലപേശലിലേക്കാണ് ഇനി പോകുന്നത്. തൃക്കാക്കരയിൽ ഉമാ തോമസിന് കോൺഗ്രസ് പോലും ചിന്തിക്കാത്ത ഭൂരിപക്ഷം കിട്ടിയത് എങ്ങനെയെന്ന് മനസ്സിലാക്കണം എന്നൊക്കെയാണ് സിൻഡിക്കേറ്റ് കുർബാനക്കാരുടെ ലോഹയിട്ട രൂപങ്ങൾ ഇപ്പോൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എട്ടുകാലി മമ്മൂഞ്ഞിന് പോലും ഇത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നോ എന്ന കാര്യം സംശയമാണ്. മമ്മൂഞ്ഞ് നിങ്ങളെ കണ്ടാൽ കാല് തൊട്ട് വന്നിക്കും. കുറഞ്ഞപക്ഷം SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ കാട്ടുന്ന വകതിരിവെങ്കിലും പഠിപ്പും പത്രാസും പട്ടവും ഉണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർക്ക് ഉണ്ടാകണ്ടേ? വിശ്വാസത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് വിധേയരായി ജീവിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് വിശ്വാസികളെല്ലാം നിങ്ങൾ പറയുന്നത് അപ്പാടെ വിഴുങ്ങുന്ന ഉണ്ണിയപ്പം തീനികളാണ് എന്ന് വിശ്വസിച്ച് കോൾമയിർ കൊള്ളരുത്. നിങ്ങളുടെ പൊളിറ്റിക്കൽ പവർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു നാടൻ കഥയാണ് ഓർമ്മ വരുന്നത്. പണ്ടൊരു നാട്ടിൽ തൻ്റെ കോഴി കൂവുന്നത് കൊണ്ടാണ് നേരം വെളുക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിദ്വാനുണ്ടായിരുന്നു. ഒരു ദിവസം അയാൾക്ക് തോന്നി നാട്ടുകാരെയെല്ലാം ഒരു പാഠം പഠിപ്പിക്കണമെന്ന്. അതിനായി അദ്ദേഹം കോഴിയുമായി നാട് വിട്ടത്രേ. തൻ്റെ കോഴി കൂവാതെ നേരം വെളുക്കാതെ നാട് മുഴുവൻ ഇരുട്ടിലാകും, അതോടെ എല്ലാവരും തന്നെ തേടി വരും എന്നൊക്കെയാണ് ആ അതിബുദ്ധിശാലി കരുതിയത്. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, വിശ്വാസികളെ ഇങ്ങനെ വെറുതെ മണ്ടൻ കളിപ്പിക്കരുത്. അമ്മൂമ്മ കഥയിലെ ആ പഴയ തവളയെപ്പോലെ വെറുതെ വീർത്ത് ചീർത്ത് സ്വയം പൊട്ടിച്ചാകരുത്. നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള പൊളിറ്റിക്കൽ പവർ ഒന്നും നിങ്ങൾക്ക് ആരും അട്ടിപ്പേറായി നൽകിയിട്ടില്ല. ഉമാ തോമസ് നേടിയ വലിയ ഭൂരിപക്ഷം സമുദായത്തിൻ്റെ പൊളിറ്റിക്കൽ പവർ ആണെന്നൊക്കെ പറയണമെങ്കിൽ അസാമാന്യമായ തൊലിക്കെട്ടി തന്നെ വേണം. വിടുവായത്തം പറയുമ്പോൾ കുറച്ചുകൂടി ആലോചന നല്ലതാണ്. ഉമാ തോമസിൻ്റെ എതിരാളിയായി ഡോക്ടർ ജോ ജോസഫിനെ ലിസി ആശുപത്രി അങ്കണത്തിൽ വെച്ച് പ്രഖ്യാപിക്കുമ്പോൾ ജനാഭിമുഖമായി ഇരുന്ന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് അവിടുത്തെ അച്ഛനായിരുന്നല്ലോ. എന്നിട്ടും ജോ ജോസഫ് 1.25 ലക്ഷത്തോളം വോട്ടിന് തോറ്റു തുന്നം പാടിയത് എന്തുകൊണ്ടാണ്? ഉമാ തോമസിൻ്റെ പേരിൽ ഇപ്പോൾ ഊറ്റം കൊള്ളുന്നവരോ അതിരൂപതയോ ഒന്നും ഉമ സഭയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് തിരഞ്ഞെടുപ്പ് കാലത്തൊന്നും പരസ്യപ്പെടുത്തിയതായി കേട്ടതുമില്ല. നിങ്ങളുടെ ലോഹയുടെ പവറും ജനങ്ങളുടെ ജനാധിപത്യ ബോധവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് തിരിച്ചറിയാനുള്ള വെളിവും വെള്ളിയാഴ്ചയുമെങ്കിലും നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. അത്രയും കൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ വീരവാദം. എറണാകുളം MP ഹൈബി ഈഡനും MLA TJ വിനോദും എവിടെയാണ് എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഇവർക്ക്. മുന്നിലുള്ളവർ കൈയടിച്ച് ഓശാന പാടി ഓച്ചാനിച്ച് നിൽക്കും എന്ന് കരുതി ഇങ്ങനെയൊക്കെ പിച്ചും പേയും പറയരുത്. ഹൈബി ഈഡനും TJ വിനോദും അവരിയ്ക്കുന്ന സ്ഥാനങ്ങളിലെത്തിയത് നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന വോട്ട് കൊണ്ട് മാത്രമല്ല, ആ മണ്ഡലങ്ങളിൽ ജീവിക്കുന്ന എല്ലാ ജാതി മതസ്ഥരും മതമില്ലാത്തവരുമൊക്കെ ചെയ്ത വോട്ടുകൾ കൊണ്ട് കൂടിയാണ്. ഇത്തരത്തിൽ അല്പത്വം വിളമ്പി നാട്ടിൽ സാമുദായിക കലഹം ഉണ്ടാക്കരുത്. അച്ഛന്മാരുടെ ഭീഷണി കേട്ട് പേടിച്ച് ഒരു ജനപ്രതിനിധിയും ഇവർ തമ്പടിച്ചിരിക്കുന്നതിൻ്റെ പരിസരത്ത് കൂടി പോലും പോകരുത്. ഇനി അഥവാ ഇത്തരക്കാരുടെ പൊളിറ്റിക്കൽ പവർ കൊണ്ട് 1-2 തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ പോലും അതിൽ അഭിമാനിക്കണം. ബലിയർപ്പണത്തിന് പോകും മുമ്പ് എതിരാളികളോട് രമ്യപ്പെടാൻ വിശ്വാസികളെ ഉപദേശിക്കുന്ന അച്ഛന്മാരെ, മെത്രാന്മാരെ ഗുണ്ടകളെന്നും തെരുവ് തെണ്ടികളെന്നും വിശ്വാസികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചിട്ട് നിങ്ങൾ അൾത്താരകളിൽ നിന്ന് അർപ്പിക്കുന്ന ബലികൾക്ക് എന്ത് വിശുദ്ധിയും വിശ്വാസ്യതയുമാണ് ഉള്ളത്? യേശു വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്നാണ് വിളിച്ചത്. നിങ്ങളുടെ തമ്മിലടി കണ്ട്
നാട്ടുകാർ വെള്ളമടിച്ച കുഴിമാടങ്ങളെ എന്ന് വിളിക്കാതിരിക്കട്ടെ. ഇപ്പോൾ പോലീസുകാർ മാത്രമാണ് നിങ്ങളുടെ ലോഹ വലിച്ചു കീറിയത്. ഇനിയും ഇത്തരം കലാപരിപാടികളുമായി മുന്നോട്ട് പോയാൽ വരും തലമുറ നിങ്ങളുടെ ലോഹ കീറി പട്ടം പറത്തുന്ന കാലം വിദൂരത്തല്ല.